ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ K4 സംസ്കൃതം പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ നിങ്ങളൊക്കെ. നമുക്ക് ഇന്ന് കുറച്ച് PYQs 2023 ചോദിച്ചിട്ടുള്ള കുറച്ച് PYQs ഡിസ്കസ് ചെയ്ത് പോയാലോ K4 സംസ്കൃതത്തിൻ്റെ. ഇവിടെ നോക്ക്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. രാമേണ പാഠം പഠ്യതേ അത്ര കഹ പ്രയോഗ. ഇവിടെ ഏത് പ്രയോഗമാണ്? രാമേണ പാഠം പഠ്യതേ എന്ന് പറയുന്നിടത്ത് ഏത് പ്രയോഗമാണ്? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, ഭാവേ പ്രയോഗം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഏത് പ്രയോഗമാണ്? ഇവിടെ രാമേണ എന്ന പദം ഏത് വിഭക്തിയിലാണ് വരുന്നത്? തൃതീയ വിഭക്തിയിലാണ് വരുന്നത് അല്ലേ. രാമേണ എന്ന് പറയുന്ന പദം തൃതീയ വിഭക്തിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ പാഠമോ? പാഠം പ്രഥമ വിഭക്തിയിലും. അപ്പോൾ കർത്താവ് തൃതീയ വിഭക്തിയിലും കർമ്മം പ്രഥമ വിഭക്തിയിലും വന്ന് ക്രിയ കർത്താവിനനുസരിച്ചും വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് പ്രയോഗമാണ്? കർമ്മണി പ്രയോഗമാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? കർമ്മണി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, രാമേണ പാഠം പഠ്യതേ ഇവിടെ ഏത് പ്രയോഗമാണ്? കർത്തരിയാണോ, കർമ്മണിയാണോ, ഭാവയാണോ? കർത്തരി പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർത്തരിയിൽ കർത്താവ് പ്രഥമ വിഭക്തിയും കർമ്മം ദ്വിതീയ വിഭക്തി ആയിരിക്കും. കർമ്മണി പ്രയോഗമാവുമ്പോൾ കർത്താവ് തൃതീയ വിഭക്തിയും കർമ്മം പ്രഥമ വിഭക്തിയിലും ആയിരിക്കും. ഇനി ഭാവേ പ്രയോഗത്തിലാവുമ്പോൾ അവിടെ കർമ്മമില്ലായിരിക്കും, കർത്താവ് തൃതീയ വിഭക്തിയിലും ആയിരിക്കും. അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ കർമ്മണി പ്രയോഗം. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. രസസിദ്ധാന്തസ്യ ഉപജ്ഞാത കഹ. രസസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻസിൽ എന്തൊക്കെയുള്ളത്? ഭരതൻ, ഭാമഹ, വാമനഹ, ആനന്ദവർദ്ധനഹ. രസസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? നമുക്കറിയാം, നമുക്ക് 8 സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ രസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത് ഭരതമുനിയെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഭരതൻ. ബാക്കി 3 പേരെ നമുക്കൊന്ന് നോക്കാം. ഭാമഹൻ ഏത് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്? അലങ്കാര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അലങ്കാര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഇനി വാമനനോ? രീതി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അതുപോലെ ആനന്ദവർദ്ധനൻ ധ്വനി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഇനി ഈ ഉപജ്ഞാതാക്കൾ മാത്രമല്ല ചോദിക്കുക, ഇവരുടെ ടെക്സ്റ്റുകളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭരതമുനിയുടെ ടെക്സ്റ്റിൻ്റെ പേര് നാട്യശാസ്ത്രം. അതുപോലെ ഭാമഹന്റെ കാവ്യാലങ്കാരം, വാമനന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി, ആനന്ദവർദ്ധനന്റെ ധ്വന്യാലോകം. ഓക്കെ, അപ്പോൾ രസസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഭരതമുനി, ഗ്രന്ഥത്തിൻ്റെ പേര് നാട്യശാസ്ത്രം. ഇനി അലങ്കാര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഭാമഹൻ, ഗ്രന്ഥത്തിൻ്റെ പേര് കാവ്യാലങ്കാരം. രീതി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് വാമനൻ, ഗ്രന്ഥം കാവ്യാലങ്കാര സൂത്രവൃത്തി. അതുപോലെ ധ്വനിയുടേത് ആനന്ദവർദ്ധനൻ, ഗ്രന്ഥത്തിൻ്റെ പേര് ധ്വന്യാലോകം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവോ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അടുത്ത ചോദ്യം നോക്ക്. തർക്കസംഗ്രഹാനുസാരം കതി കർമാണി സന്ധി. എത്ര കർമ്മങ്ങളാണ് തർക്കസംഗ്രഹം അനുസരിച്ചിട്ടുള്ളത്? 5 കർമ്മങ്ങളാണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഹ വേദസ്യ ഘ്രാണരൂപേണ ഗണ്യതേ. എന്താണ് വേദത്തിൻ്റെ ഘ്രാണമായിട്ട് പറയുന്നത്? നമുക്കറിയാം, ഓരോ വേദാംഗങ്ങളും 6 വേദാംഗങ്ങളുണ്ട്. ഈ 6 വേദാംഗങ്ങളും വേദപുരുഷൻ്റെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിൽ ഘ്രാണമായിട്ട് പറയുന്നത് ഏത് വേദാംഗമാണ്? നമുക്കറിയാം, ശിക്ഷ എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ ഘ്രാണമായിട്ടും, ഛന്ദസ് പാദമായിട്ടും, കൽപ്പം ഹസ്തമായിട്ടും, വ്യാകരണം മുഖമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഘ്രാണമായിട്ട് പറയുന്നത് ശിക്ഷ എന്ന വേദാംഗത്തെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ശിക്ഷയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജതൗ ജരൗ കസ്യ വൃത്തസ്യ ഗണവ്യവസ്ഥ ഭവതി. ഏത് വൃത്തത്തിൻ്റെ ഗണവ്യവസ്ഥയാണ് ജതൗ ജരൗ എന്നത്? ജഗണ, തഗണ, ജഗണ, രഗണ. ഇത് ഏത് വൃത്തത്തിൻ്റെ ഗണവ്യവസ്ഥയാണ്? ഏത് വൃത്തത്തിൻ്റെയാണ്? ഇവിടെ നോക്ക്, നമ്മുടെ ഓപ്ഷനിൽ ഉപേന്ദ്രവജ്രം, ഇന്ദ്രവജ്രം, തോടകം, വംശസ്ഥം.
ഇങ്ങനെ 4 വൃത്തങ്ങളാ തന്നേക്കണേ. ഇവിടെ എന്താണ്? ജഗണ, തഗണ, ജഗണ, രഗണ. എത്ര അക്ഷരമാണ്? 12 അക്ഷരങ്ങളാണ് വരുന്നത്. നമുക്കറിയാം തോടകം നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്. അപ്പൊ തൽക്കാലം അതൊന്ന് മാറ്റി നിർത്താം. ബാക്കി 3 വൃത്തങ്ങൾ നോക്കിയേ. ഉപേന്ദ്രവജ്രത്തിൽ എത്ര അക്ഷരമാണ്? 11 അക്ഷരം. ഇന്ദ്രവജ്രത്തിലോ 11 അക്ഷരം. അപ്പൊ ഇത് രണ്ടും ഇല്ല. പിന്നുള്ളത് ഏതാണ്? വംശസ്ഥം. വംശസ്ഥത്തിന്റെ ലക്ഷണം എന്താണ്? ജതൗത്തു വംശസ്ഥം ഉദീരിതം ജരൗ. അപ്പൊ ഇവിടെ 12 അക്ഷരങ്ങളോട് കൂടി ജഗണ, തഗണ, ജഗണ, രഗണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വംശസ്ഥം എന്ന് പറയുന്ന വൃത്തമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? വംശസ്ഥമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പൂർണ്ണോപമായാഹ കതി അവയവാഹ സന്ധി. പൂർണ്ണോപമയ്ക്ക് എത്ര അവയവങ്ങളാണുള്ളത്? ഉപമ എന്ന് പറയുന്നത് 2 വസ്തുക്കൾ തമ്മിലുള്ള സാദൃശ്യം പറയുമ്പോഴാണ്, ഉപമാന ഉപമേയങ്ങൾ തമ്മിലുള്ള സാദൃശ്യം പറയുന്നിടത്താണ് അവിടെ ഉപമ പറയുന്നത്. അത് ഉപമ എന്ന് പറയുന്ന അലങ്കാരത്തിന് 4 അവയവങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഉപമാനം, ഉപമേയം, സാധാരണോധർമ്മം, ഉപമാവാചകം. ഈ 4 അവയവങ്ങളും കൂടി ചേരുമ്പോൾ, അല്ലെങ്കിൽ ഈ 4 അവയവങ്ങളും ഉള്ളപ്പോഴാണ് അതിനെ പൂർണ്ണോപമ എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണോപമയ്ക്ക് എത്ര അവയവങ്ങളാണ്? 4 അവയവങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ധ്വന്യാലോകസ്യ കർത്താ കഃ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്ത്? ആനന്ദവർദ്ധനാണ്. ആദ്യത്തെ ചോദ്യം പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ധ്വന്യാലോകത്തിന്റെ കർത്താവ് ആനന്ദവർദ്ധനൻ. ഇവിടെ ബാക്കിയുള്ളവരെ നോക്കാം. മമ്മടന്റെ കൃതിയുടെ പേര് കാവ്യപ്രകാശം. ശങ്കുകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനുമതിവാദത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കുകൻ എന്ന് പറയുന്നത്. അപ്പൊ ശങ്കുകൻ, അനുമതിവാദം. കുന്തകന്റെ കൃതിയുടെ പേര് വക്രോക്തി ജീവിതമാണ്. വക്രോക്തി സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ വക്രോക്തി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് കുന്തകൻ. ഇവിടെ ആൻസർ വരുന്നത് ആനന്ദവർദ്ധനാണ്. ധ്വന്യാലോകത്തിന്റെ കർത്താവ് ആരാണ്? ആനന്ദവർദ്ധനനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലഘു സിദ്ധാന്ത കൗമുദ്യാഹ കർത്താ കഃ. ലഘു സിദ്ധാന്ത കൗമുദിയുടെ കർത്താവ് ആരാണ്? വരദരാജൻ. ലഘു സിദ്ധാന്ത കൗമുദിയുടെ കർത്താവ് വരദരാജനും സിദ്ധാന്ത കൗമുദിയുടെ കർത്താവ് ഭട്ടോജി ദീക്ഷിതനും. അതുപോലെ തന്നെ വരരുചി അല്ലെങ്കിൽ കാത്യായനൻ എന്ന് പറയുന്നത് വാർത്തികത്തിന്റെ കർത്താവും പാണിനി അഷ്ടാധ്യായിയുടെ കർത്താവുമാണ്. അതും കൂടി ഓർത്തിരിക്കുക. ലഘു സിദ്ധാന്ത കൗമുദിയുടെ കർത്താവ് വരദരാജനാണ്. അത് തിരിഞ്ഞു പോരുത്. സിദ്ധാന്ത കൗമുദിയുടെ ഭട്ടോജി ദീക്ഷിതനും ലഘു സിദ്ധാന്ത കൗമുദിയുടെ വരദരാജനും. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മൾ CCയിൽ 30 days ക്രാഷ് കോഴ്സ്, K4 സംസ്കൃതത്തിൻ്റെ 30 days ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും ഡെയിലി ടോപ്പിക് റിവിഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അറിയാം. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം. നമുക്ക് K4 സംസ്കൃതം എന്ന് പറയുമ്പോൾ സംസ്കൃതം മാത്രം പഠിച്ചാൽ പോരാ. നമുക്ക് 150 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 80 മാർക്കിൻ്റെ മാത്രമാണ് നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ബാക്കി 70 മാർക്കിൽ 30 മാർക്ക് പെഡഗോജി ഭാഗത്തു നിന്നും 40 മാർക്കിന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ തിരഞ്ഞെടുത്ത് ആ ഭാഗത്തു നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. നമ്മൾ CCയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ സംസ്കൃതം മാത്രമല്ല, നമ്മൾ മലയാളം, ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകളും അതുപോലെ പെഡഗോജി ക്ലാസ്സുകളും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഞാനിപ്പോൾ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അറിയാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കർമ്മണി പ്രയോഗേ കർത്തൃപദസ്യ വിഭക്തി കാ. കർമ്മണി പ്രയോഗത്തിൽ കർത്തൃപദത്തിൻ്റെ വിഭക്തി ഏതാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു ഏത് വിഭക്തിയാണ്? തൃതീയ വിഭക്തിയാണ് കർമ്മണി പ്രയോഗത്തിൽ കർത്താവിൻ്റെ വിഭക്തി എന്ന് പറയുന്നത്. ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വേദാംഗേഷു അന്യതമം. ഈ പറഞ്ഞതിൽ വേദാംഗത്തിൽ ഒന്ന് ഏതാണ്? വേദാംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നിരുക്തമുണ്ട്, വൈശേഷികമുണ്ട്, വേദാന്തമുണ്ട്, ന്യായമുണ്ട്. ഏതാണ്? നിരുക്തമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ദർശനങ്ങളാണ് അല്ലേ. അടുത്ത നോക്കാം. യോഗസ്യ അഷ്ടാംഗേഷു അന്തിമഃ കഃ. അഷ്ടാംഗങ്ങളുണ്ട് യോഗത്തിൽ. ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അതിൽ അവസാനത്തേത് ഏതാണ്? സമാധി. അതുപോലെ ആദ്യത്തെ ഏതാണ്? യമമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സുപ്തിങ്ങന്തം കിം ഭവതി. എന്താണ് സുപ്തിങ്ങന്തം എന്ന് പറയുന്നത്? എന്താണ്? പദം. സുപ്തിങ്ങന്തം പദം എന്ന് പദത്തിൻ്റെ ലക്ഷണം പറയുന്നു.
അടുത്ത നോക്ക്, ജിതോസ്മി മന്ദ കന്ദർപ്പ മച്ചിത്തേസ്തി ത്രിലോചനഃ അത്ര കഹ അലങ്കാരഃ. ഇവിടെ ഏത് അലങ്കാരമാണ് വരുന്നത്? ജിതോസ്മി മന്ദ കന്ദർപ്പ മച്ചിത്തേസ്തി ത്രിലോചനഃ അത്ര കഹ അലങ്കാരഃ. ഇവിടെ ഓപ്ഷൻ നോക്ക്, അനുപ്രാസം, കാവ്യലിംഗം, ദീപകം, ഉല്ലേഖം. ഇവിടെ എന്താണ്? ഒരു അർത്ഥത്തെ നമ്മൾ സമർത്ഥിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് അലങ്കാരമാണ് വരുന്നത്? കാവ്യലിംഗ അലങ്കാരമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സമ്പ്രദാനെ കാ വിഭക്തി? ഏത് വിഭക്തിയാണ് ഇവിടെ വരുന്നത്? സമ്പ്രദാനെ ചതുർത്ഥി സമ്പ്രദാന എന്നാണ്. ഏത് വിഭക്തിയാണ്? ചതുർത്ഥി വിഭക്തിയാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗീതാഗോവിന്ദം നാമകം പ്രശസ്തം കാവ്യം കഹ വിരചിതവാൻ? ഗീതാഗോവിന്ദം എന്ന് പറയുന്ന കാവ്യം ആരാണ് എഴുതിയത്? ആരാണ്? ഇവിടെ ഓപ്ഷൻസിൽ ഭോജരാജനുണ്ട്, ജയദേവനുണ്ട്, മയൂരകവിയുണ്ട്, ലീലാംശുകനുണ്ട്. ആരാണ് എഴുതിയത്? ജയദേവന്റെ കൃതിയാണ് എന്ത്? ഗീതാഗോവിന്ദം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മേഘസന്ദേശമിതി സന്ദേശകാവ്യം കസ്മിൻ വൃത്തേ വിരചിതം? നമുക്കറിയാം കാളിദാസ വിരചിതമായിട്ടുള്ള മേഘസന്ദേശം എന്ന് പറയുന്ന ഖണ്ഡകാവ്യം, സന്ദേശകാവ്യം ഏത് വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്? മന്ദാക്രാന്ത വൃത്തത്തിലാണ് മേഘദൂതം എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹോരാശാസ്ത്രം കേന സംബന്ധം? ഹോരാശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഏത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജ്യോതിഷശാസ്ത്രമാണോ, വാസ്തുശാസ്ത്രമാണോ, ഗണിതശാസ്ത്രമാണോ, വ്യാകരണശാസ്ത്രമാണോ? ഏതാണ്? ജ്യോതിഷശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോരാശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം. അടുത്ത നോക്ക്, ഗുരവേ ഇത്യസ്യ വിഭക്തി ക? അതെന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ K4 സംസ്കൃതത്തിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ? ഏതെങ്കിലും ഒരു പദം തന്നിട്ട് അവിടെ ഏത് വിഭക്തിയാണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ ഗുരവേ എന്ന് പറയുന്നത് ഏത് വിഭക്തിയാണ്? ചതുർത്ഥി വിഭക്തിയാണ് ഗുരവേ എന്നുള്ള പദം. അടുത്ത നോക്ക്, അന്യപദാർത്ഥ പ്രധാനഃ സമാസഃ കഹ? അന്യപദാർത്ഥ പ്രധാനമായിട്ടുള്ള സമാസം ഏതാണ്? ഏതാണ് അന്യപദാർത്ഥ പ്രധാനം? അവ്യയീഭാവം എന്ന് പറയുമ്പോൾ പൂർവപദ പ്രധാനമാണ്. തത്പുരുഷൻ എന്ന് പറയുമ്പോൾ ഉത്തരപദ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇന്ദ്രല്ല, ദ്വന്ദ്വ സമാസമാണ് കേട്ടോ. ദ്വന്ദ്വം എന്ന് പറയുമ്പോൾ ഉഭയപദ പ്രധാനമാണ്. ബഹുവ്രീഹി എന്ന് പറയുമ്പോൾ അന്യപദ പ്രധാനമാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അന്യപദാർത്ഥ പ്രധാനമായിട്ടുള്ള സമാസം ഏതാണ്? ബഹുവ്രീഹി സമാസമാണ്. അടുത്ത ചോദ്യം നോക്കാം. വൈശേഷിക ദർശനസ്യ ആചാര്യഃ കഹ? വൈശേഷിക ദർശനത്തിന്റെ ആചാര്യൻ ആരാണ്? ആരാണ് ഇവിടെ? ഗൗതമൻ ന്യായദർശനത്തിന്റെ ആചാര്യനാണ്. ജൈമിനി ഏത് ദർശനത്തിന്റെ? മീമാംസാ ദർശനത്തിന്റെ ആചാര്യനാണ്. കപിലൻ സാഖ്യ ദർശനത്തിന്റെ ആചാര്യനാണ്. അപ്പോൾ വൈശേഷിക ദർശനത്തിന്റെ ആചാര്യൻ ആരാണ്? കണാദൻ. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് കണാദനാണ്. അടുത്ത ചോദ്യം നോക്കാം. വേദപുരുഷസ്യ ഹസ്തോ കഥം ഗണ്യതേ? വേദപുരുഷന്റെ ഹസ്തമായിട്ട് പറയുന്നത് ഏത് വേദാംഗത്തെയാണ്? നമ്മുടെ 6 വേദാംഗങ്ങളും വേദപുരുഷന്റെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ ഹസ്തമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് ഏത് വേദാംഗത്തെയാണ്? ഏത് വേദാംഗത്തെയാണ്? കൽപ്പമാണ് ഹസ്തം എന്ന് പറയുന്ന വേദാംഗത്തിൽ വരുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് ഘ്രാണമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നിരുക്തം എന്ന് പറയുന്നത് ശ്രോത്രമാണ്. ഛന്ദസ് എന്ന് പറയുന്നത് പാദമാണ്. കൽപ്പം എന്ന് പറയുന്നത് ഹസ്തം എന്ന് പറയുന്ന ഭാഗമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. നമുക്ക് PYQ 2023 PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ K4 സംസ്കൃതത്തിൻ്റെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.